ദൈവനാമത്തിന് മഹത്വം. ഇനിയും ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന 3 യുദ്ധങ്ങളെക്കുറിച്ച് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നാം ലഘുവായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. റഷ്യയുടെ ഇസ്രായേൽ ആക്രമണം, ഗോഗ് മാഗോഗ് യുദ്ധം, ഹർമഗദോൻ യുദ്ധം. ഈ 3 യുദ്ധങ്ങളാണ് ഇനിയും അനധിവിദൂര ഭാവിയിൽ സംഭവിക്കുവാനായിട്ട് പോകുന്നത്. അതിൽ ലോകമഹായുദ്ധമായി പരിണമിക്കുന്നത്, അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന ഈ 3 യുദ്ധങ്ങളിൽ ലോകമഹായുദ്ധം എന്ന് വിശേഷിപ്പിക്കാവുന്നത് ഹർമഗദോൻ യുദ്ധത്തെ മാത്രമാണ്. അത് തിരുവെഴുത്ത് വളരെ തെളിവായിട്ട് പറയുന്നുണ്ട്. മഹാപീഡനത്തിൻ്റെ ആദ്യ പകുതിയിലാണ് റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. റഷ്യയുടെ ഇസ്രായേൽ ആക്രമണമാണ് വാസ്തവത്തിൽ ഹർമഗദോൻ യുദ്ധത്തിലേക്ക് നയിക്കുന്നത്. അവസാനം സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം ഗോഗ് മാഗോഗ് യുദ്ധം, പിശാചിനെ, സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിട്ട അനന്തരം ആകാശത്തിൻ്റെ കീഴിലുള്ളതായിരിക്കുന്ന സകല ജാതികളെയും ചേർത്തുകൊണ്ട് വിശുദ്ധന്മാരുടെ പാളയത്തെ വളയുവാനായിട്ട് പിശാച് ശ്രമിക്കുന്ന ഒരു രംഗം ഗോഗ് മാഗോഗ് യുദ്ധമെന്നാണ് അതിൻ്റെ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നത്. നമ്മുടെ വിഷയം ഹർമഗദോൻ യുദ്ധം എന്നുള്ളതാണ്. ചുരുക്കമായിട്ട് അതിൻ്റെ തുടർഭാഗങ്ങൾ നമുക്കിന്ന് പരിശോധിക്കുവാനായിട്ട് ശ്രമിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹർമഗദോൻ യുദ്ധത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചാണ് നാം ഇന്ന് പ്രാരംഭമായിട്ട് പരിഗണിക്കാനായിട്ട് പോകുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു യുദ്ധം? യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തോടുള്ള ബന്ധത്തിൽ ശവമുള്ളെടുത്ത് കഴുക്കൽ കൂടുമെന്ന് തിരുവെടുത്ത് പറയുമ്പോൾ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികൾക്കും ഭക്ഷണമായി തീരത്തക്ക നിലയിൽ ലോക സൈനിക ശക്തികൾ, അല്ലെങ്കിൽ ആ മനുഷ്യരുടെ മാംസം, എന്തുകൊണ്ട് അതങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് അങ്ങനെ ഒരു യുദ്ധമുണ്ടാകുന്നു എന്ന്, ആ യുദ്ധത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ആവശ്യമായിട്ടുണ്ട്. നമ്മൾ ഹർമഗദോൻ യുദ്ധത്തിൻ്റെ ഉദ്ദേശങ്ങളെക്കുറിച്ച് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങൾ പരിഗണിക്കുമ്പോൾ 3 വ്യത്യസ്ത വിധത്തിലുള്ള ഉദ്ദേശങ്ങളാണ് ഹർമഗദോൻ യുദ്ധത്തിൻ്റെ പിറകിലുള്ളത്. മാനുഷികമായിരിക്കുന്ന ഉദ്ദേശങ്ങളുണ്ട്, സാധാന്യമായിരിക്കുന്ന ഉദ്ദേശമുണ്ട്, ദൈവികമായ ഉദ്ദേശമുണ്ട്. ഇങ്ങനെ 3 വിധത്തിലുള്ള വ്യത്യസ്ത ഉദ്ദേശങ്ങൾ ഈ ഹർമഗദോൻ യുദ്ധത്തിന് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രാരംഭമായി മാനുഷികമായിരിക്കുന്ന ഉദ്ദേശത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു യുദ്ധം? മാനുഷികമായിരിക്കുന്ന ഉദ്ദേശം എന്താണ്? ഈ ഹർമഗദോൻ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ മാനുഷികമായ ഉദ്ദേശത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുക, തുടച്ചു മാറ്റുക, എന്നേക്കുമായി ഇല്ലാതാക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഉദ്ദേശം. അതിനായിട്ടാണ് ഹർമഗദോനിലേക്ക് സൈനിക ശക്തികൾ വരുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേലിനെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുക, എന്നേക്കുമായി അവരെ ഇല്ലാതാക്കുക. യേശുക്രിസ്തുവിനും 1000 വർഷങ്ങൾക്ക് മുൻപ് ആണ് സങ്കീർത്തനങ്ങൾ എഴുതപ്പെട്ടത്. അതിൽ 83-ാം സങ്കീർത്തനം, അതിൻ്റെ 4-ാമത്തെ വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവരാം. 83-ാം സങ്കീർത്തനം 4-ാം വാക്യം: വരുവിൻ, ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളയുക, അവരുടെ പേര് ഇനി ആരും ഓർക്കരുത് എന്ന് അവർ പറഞ്ഞു. യേശുക്രിസ്തുവിനും 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടതായിരിക്കും സങ്കീർത്തന ഭാഗമാണ് നമ്മൾ വായിച്ചത്. 83-ാം സങ്കീർത്തനം 4-ാം വാക്യം: വരുവിൻ, ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളയുക, അവരുടെ പേര് ഇനി ആരും ഓർക്കരുത് എന്ന് അവർ പറഞ്ഞു. ആരാണ് ഈ അവർ? ഹർമഗദോന് നിഴലായി പരിഗണിക്കാവുന്നൊരു വേദഭാഗമാണിത്. ഈ അവർ ആര് എന്ന് 83-ാം സങ്കീർത്തനം, അതേ സങ്കീർത്തനം, അതിൻ്റെ 6-7 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏദോമ്യർ, ഇഷ്മായേല്യർ, മോവാബ്യർ, ഹഗര്യർ, ഗബാൽ, അമ്മോൻ, അമാലേക്ക്, ഫെലിസ്ത്യർ, സോർ, അശൂർ. ഒരു 10 രാഷ്ട്രങ്ങളുടെ ഒരു സഖ്യം, ഒരു ദശരാഷ്ട്ര സഖ്യത്തെ നമുക്കന്ന് അവിടെ ഈ ഭേദഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. ഏതൊരു കാലത്തുമുള്ള മനുഷ്യരുടെ അടങ്ങാത്ത അഭിനിവേശമാണ്, ആഗ്രഹമാണ് ഇസ്രായേൽ എന്ന ജാതിയെ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി തുടച്ച് മാറ്റുക എന്നുള്ളത്. ഹർമഗദോനും അതിന് തന്നെയുള്ളതായിരിക്കുന്ന ഒരു അണിയറ നീക്കമാണ് നടക്കുന്നത്.
ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ മോശയുടെ ജനന സമയത്ത് ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ നദിയിൽ മുക്കിക്കൊന്ന് ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ഫറവോൻ ശ്രമിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. മോശയുടെ ജനന സമയത്ത് ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ നദിയിൽ മുക്കിക്കൊന്ന് ഇസ്രായേലിനെ ഇല്ലാതാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അതുപോലെ അഹശ്വേരോശ് രാജാവിൻ്റെ ഭരണകാലത്ത് 127 സംസ്ഥാനങ്ങളിൽ ചിതറിക്കിടന്നിരുന്ന യഹൂദന്മാരെ കൊന്നൊടുക്കുവാനായിട്ട് ഹാമാൻ ശ്രമിക്കുന്നത് എസ്തേറിൻ്റെ പുസ്തകം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം ജീവിക്കുന്ന ഈ തലമുറയിലും 1967 ജൂൺ മാസം ഈജിപ്റ്റ് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ യുദ്ധത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് അന്നത്തെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് നാസർ പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ്: ഇസ്രായേൽ എന്ന പേരിനെ ഭൂപടത്തിൽ നിന്നും നീക്കിക്കളയുക, ഇസ്രായേൽ എന്ന ജാതിയെ ഭൂപടത്തിൽ നിന്നും മാറ്റുക. പക്ഷേ 6 ദിവസം മാത്രം നീണ്ടുനിന്ന ആ യുദ്ധത്തിൽ ഈജിപ്റ്റ് അമ്പേ പരാജയപ്പെട്ടു എന്ന് ചരിത്രം അറിയാവുന്നവർക്കറിയാം. അതുപോലെ തന്നെ 1973 വീണ്ടും ഈജിപ്ഷ്യൻ പ്രസിഡന്റായിരുന്ന അൻവർ സാദത്തും ഇതേ പല്ലവി ഏറ്റുപാടി ഇസ്രായേൽ എന്ന ജാതിയെ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായിട്ട് മാറ്റിക്കളയുക, തുടച്ചു നീക്കുക. എന്നാൽ ഞാനിങ്ങനെ ഓർപ്പിക്കട്ടെ, സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിലാണ് അവർ ഇന്നും നിലനിൽക്കുന്നത്. അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് ആ ജാതി ഇന്നും നിലനിൽക്കുന്നത്, അവരെ നശിപ്പിക്കുവാനായിട്ട് അതുകൊണ്ട് തന്നെ ആർക്കും സാധിക്കില്ല. ഇസ്രായേൽ എന്ന ജാതിയെ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഹർമഗദോനിലേക്ക് ലോക സൈനിക ശക്തികൾ വന്നെടുക്കുവാനായിട്ട് പോകുന്നത്. അത് മാനുഷികമായിരിക്കുന്ന ഉദ്ദേശമാണ്, ഹർമഗദോൻ യുദ്ധത്തിൻ്റെ മാനുഷികമായ ഉദ്ദേശം. ഇനി ഈ ഹർമഗദോൻ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സാത്താന്യമായിരിക്കുന്ന ഒരു ഉദ്ദേശം അതിൻ്റെ പിറകിലുണ്ട്. സാത്താന് ആ യുദ്ധത്തിൻ്റെ പിറകിൽ ഒരു പ്രത്യേക താല്പര്യമുണ്ട്, പ്രത്യേക ഉദ്ദേശമുണ്ട്. അത് മറ്റൊന്നുമല്ല, യേശുക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ചയെ തടയുക, 1000-ാം ആണ്ട് വാഴ്ചയെ തടയുക എന്നുള്ളതാണ് സാത്താൻ്റെ ഉദ്ദേശം. അങ്ങനെ ഒരു ഉദ്ദേശം സാത്താനുണ്ടോ? എന്തിനാണ് സാത്താൻ അങ്ങനെ ഒരു ഉദ്ദേശം വെച്ച് പുലർത്തുന്നത്? തിരുവെഴുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം: സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിക്കുവിൻ, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേയുള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. മഹോപദ്രവകാലത്തിൻ്റെ മധ്യത്തിൽ സാത്താൻ എന്നേക്കുമായി സ്വർഗത്തിൽ നിന്നും നിഷ്കാസിതനാകുന്ന രംഗമാണ് വെളിപ്പാട് 12-7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ആ വാക്യങ്ങളൊന്ന് വായിക്കാം. 12-ാം അധ്യായത്തിൻ്റെ 7, 8, 9 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. മഹാസർപ്പവും തൻ്റെ ദൂതന്മാരുമായി പടവെട്ടി ജയിച്ചില്ല താനും. 8-ാം വാക്യം: സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. 9-ാം വാക്യം: ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ സ്വർഗത്തിൽ നിന്നും എന്നേക്കുമായി നിഷ്കാസിതനാകുക എന്ന് പറഞ്ഞാൽ സാത്താനും അവൻ്റെ ദൂതന്മാർക്കും ഇന്നും ദൈവസന്നിധിയിൽ പ്രവേശനമുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 7-ാം അധ്യായം ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം നമ്മൾ പഠിച്ചാൽ, ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു, അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാനായിട്ട് ദൈവപുത്രന്മാർ ചെന്നപ്പോൾ അവരുടെ സന്നിധിയിൽ അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. അതുപോലെ 2-ാം അധ്യായം 1-ാം വാക്യം ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യത്തിലും, പിന്നെയും ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു, സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഇന്ന് പിശാചിന് യഹോവയുടെ സന്നിധിയിലേക്ക്, സ്വർഗത്തിലേക്ക് പ്രവേശനമുണ്ട്. അത് തിരുവെഴുത്ത് തെളിവായി പറയുന്ന സംഗതിയാണ്. അപ്പോൾ ഇന്നും ദൈവസന്നിധിയിലേക്ക് പ്രവേശനമുള്ള, ഇന്ന് സ്വർഗത്തിലേക്ക് പ്രവേശനമുള്ള ഈ സാത്താൻ ദൈവസന്നിധിയിൽ ചെന്നിട്ട് എന്താണ് ചെയ്യുന്നത്? അതും തിരുവെഴുത്ത് പറയുന്നുണ്ട്. ഒന്ന്, വിശ്വാസികളെ പാറ്റിക്കളയുവാനായിട്ട് അനുവാദം ചോദിക്കുകയാണ്. ഇയ്യോബിൻ്റെ ചരിത്രം 1-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ അത് വളരെ വ്യക്തമാണ്. വിശ്വാസികൾ ഇയ്യോബിനെ പാറ്റിക്കളയുവാനായിട്ട് അനുവാദം ചോദിക്കുകയാണ്. അതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം
31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അപ്പോസ്തലന്മാരെ, ശിഷ്യന്മാരെ പാറ്റിക്കളയുവാനായിട്ട് പിശാച് അനുവാദം ചോദിക്കുന്നുണ്ട്. എന്നാൽ പത്രോസിൻ്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്ന് കർത്താവ് പത്രോസിനോട് പറയുന്നുണ്ട്. അപ്പോൾ സാത്താൻ ദൈവസന്നിധിയിൽ ചെന്നിട്ട് വിശ്വാസികളെ പാറ്റിക്കളയുവാൻ അനുവാദം ചോദിക്കുന്നു. മാത്രമല്ല, സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന ഒരു പരിപാടി കൂടെ അവൻ ചെയ്യുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാപ്പകൽ സഹോദരന്മാരെ ദൈവസന്നിധിയിൽ കുറ്റം പറയുകയാണ്, കുറ്റം വിധിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇന്ന് സാത്താന് ദൈവസന്നിധിയിലേക്ക് പ്രവേശനമുണ്ട്, സ്വർഗത്തിലേക്ക് പ്രവേശനമുണ്ട്. എന്നാൽ മഹോപദ്രവത്തിൻ്റെ മധ്യത്തിൽ ഇപ്പോൾ ദൈവസന്നിധിയിൽ പ്രവേശനമുള്ള സാത്താൻ മഹാപീഡനത്തിൻ്റെ മധ്യത്തിൽ മീഖായേലിനോട് പരാജയപ്പെട്ട് എന്നേക്കുമായി ഇനി ഒരിക്കൽ കൂടെ ഒരു പ്രവേശനം സാധ്യമാകാത്ത നിലയിൽ എന്നേക്കുമായി സ്വർഗത്തിൽ നിന്ന് നിഷ്കാസിതനാകുന്ന രംഗമാണ് വെളിപ്പാട് 12 നമ്മൾ വായിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിൽ നിന്നും എന്നേക്കുമായി നിഷ്കാസിതനാകുമ്പോൾ തനിക്കൊരു കാര്യം അറിയാം, ഇനി എനിക്ക് ശേഷിക്കുന്നത് അല്പകാലമേയുള്ളൂ. വെളിപ്പാട് 12:12 പിശാച് തനിക്ക് അല്പകാലമേയുള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. അപ്പോൾ സ്വർഗത്തിൽ നിന്നും മഹാപീഡനത്തിൻ്റെ മധ്യത്തിൽ സ്വർഗത്തിൽ നിന്നും എന്നേക്കുമായി നിഷ്കാസിതനാകുമ്പോൾ ഇനി തനിക്ക് ശേഷിക്കുന്നത് അല്പകാലം മാത്രമാണ് എന്ന് പിശാചിനറിയാം. സാത്താൻ സർവജ്ഞാനി അല്ലെങ്കിലും ജ്ഞാനസമ്പൂർണനാണ് എന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം വായിച്ചാൽ, നീ മാതൃകാമുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യസമ്പൂർണനും തന്നെ. അപ്പോൾ പിശാച് സാത്താൻ അവൻ സൗന്ദര്യസമ്പൂർണനും ജ്ഞാനസമ്പൂർണനുമാണ്. അപ്പോൾ തൻ്റെ നിത്യതയെക്കുറിച്ച് അവനറിയാം. സർവജ്ഞാനി അല്ലെങ്കിലും ജ്ഞാനസമ്പൂർണനായതുകൊണ്ട് തൻ്റെ നിത്യതയെക്കുറിച്ച് തനിക്കറിയാം. അതുകൊണ്ടാണ് തനിക്ക് അല്പകാലമേയുള്ളൂ എന്നറിഞ്ഞ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മത്തായി 25:41 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. മത്തായി 25:41 പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നി. അപ്പോൾ തൻ്റെ നിത്യത എവിടെയാണ് എന്നതിനെക്കുറിച്ച് പിശാചിന് വളരെ വ്യക്തമായിരിക്കുന്ന ബോധമുണ്ട്. തനിക്കും തൻ്റെ ദൂതന്മാർക്കും വേണ്ടിയാണ് നരകം ഒരുക്കിയിരിക്കുന്നത്. അത് മനുഷ്യർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമല്ല നരകം. അത് ഒരുക്കിയിരിക്കുന്നത് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടിയാണ്. പിശാചിനെ അനുഗമിക്കുന്നത് കൊണ്ടാണ്, പിശാച് എന്ന പിതാവിൻ്റെ മക്കളായി തുടരുന്നത് കൊണ്ടാണ് മനുഷ്യരവിടേക്ക് പോകേണ്ടി വരുന്നത്. അപ്പോൾ സാത്താനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് അല്പകാലമേയുള്ളൂ എന്നറിഞ്ഞ് എന്ന് പറയുമ്പോൾ താൻ തൻ്റെ അന്ത്യം എന്നുള്ളത് നിത്യമായ നരകത്തിലാണ് എന്ന് തനിക്കറിയാം. അപ്പോൾ സഹസ്രാബ്ദ വാഴ്ച ഭൂമിയിൽ ആരംഭിച്ചാൽ 1000 വർഷം മാത്രമാണ് തനിക്ക് ശേഷിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ 1000-ാം ആണ്ട് വാഴ്ച ഈ ഭൂമിയിൽ ആരംഭിച്ചാൽ തനിക്ക് അല്പകാലമേയുള്ളൂ, 1000 വർഷം മാത്രമേയുള്ളൂ. ഈ 1000 വർഷവും താൻ ബന്ധനസ്ഥനാണ്. വെളിപ്പാട് 20:2 നമ്മൾ വായിക്കുന്നു, അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടുകളിലേക്ക് ചങ്ങലക്കിട്ടു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ച ആരംഭിച്ചാൽ തനിക്ക് പിന്നെ ശേഷിക്കുന്നത് 1000 വർഷം മാത്രമാണ്. ആ 1000 വർഷവും താൻ അഗാധകൂപത്തിൽ ബന്ധനത്തിലാണ്. അപ്പോൾ തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് സ്വർഗത്തിൽ നിന്ന് നിഷ്കാസിതനാകുന്ന പിശാച് യേശുക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ചയെ തടയുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഹർമഗദോൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇസ്രായേൽ എന്ന ജാതിയെ എന്നേക്കുമായി ഒടുക്കിക്കളഞ്ഞാൽ, ഇസ്രായേൽ എന്ന ജാതിയെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് സഹസ്രാബ്ദ വാഴ്ച അസാധ്യമാണ്. തൻ്റെ സ്വച്ഛന്ത വിഹാരം നീണ്ടുകിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്തിലെ സകല സൈനിക ശക്തികളെയും ഹർമഗദോനിലേക്ക് കൂട്ടിവരുത്തി, യെരുശലേമിൽ നിന്ന് 80 കിലോമീറ്റർ ദൂരം മാത്രമുള്ള ഹർമഗദോനിൽ കൂട്ടിവരുത്തി സ്വർഗീയ സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യുവാനായിട്ട് അവരെ അണിനിരത്തി ഇസ്രായേൽ എന്ന ജാതിയെ മുടിച്ചു കളയുവാനായിട്ട്, ഇല്ലാതാക്കുവാനായിട്ട് പിശാച് നടത്തുന്ന അവസാനത്തെ ശ്രമമാണ് ഈ പറയുന്നതായിരിക്കുന്ന ഹർമഗദോൻ യുദ്ധം. സ്വാഭാവിക ശരീരത്തോടുകൂടെ 1000-ാം ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നവരാണ് സഹസ്രാബ്ദത്തിലെ പ്രജകൾ. അപ്പോൾ ആ പ്രജകളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ, അവരെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് വാഴ്ച ഉണ്ടാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഏത് വിധേനയും അവരെ തടയുക. വെളിപ്പാട് 12:17 നമ്മൾ വായിക്കുന്നു, മഹാസർപ്പം, അതായത് സാത്താൻ സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ട് അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. അപ്പോൾ സ്വർഗത്തിൽ നിന്നും
എന്നേക്കും നിഷ്കാസിതനായിട്ട് മിഖായേലിനോടും അവൻ്റെ ദൂതന്മാരോടും പരാജയപ്പെട്ട് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആ സാത്താൻ ഇപ്പോൾ കടൽപ്പുറത്തെ മണലിന്മേൽ നിൽക്കുകയാണ്. എന്തിനാണ് നിൽക്കുന്നത്? സ്ത്രീയോട്, ഇസ്രായേലിനോട് കോപിച്ച് ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ, അവരെ ഇല്ലായ്മ ചെയ്യുവാനുള്ള സാധ്യതകൾ തേടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ കടൽപ്പുറത്തെ മണൽമേൽ നിൽക്കുമ്പോഴാണ് എതിർ ക്രിസ്തു രംഗപ്രവേശം ചെയ്യുന്നത്. അടുത്ത അധ്യായം 13, വെളിപ്പാട് 13:1. അപ്പോൾ സ്ത്രീയെ ഉപദ്രവിക്കുവാനുള്ള, സ്ത്രീയെ നശിപ്പിക്കുവാനുള്ള, അവളുടെ സന്തതികളിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാനായിട്ട്, അവരെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന സമയത്താണ് 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് യോഹന്നാൻ കാണുകയാണ്. അപ്പോൾ സ്ത്രീയെ ഇല്ലായ്മ ചെയ്യുവാനുള്ള, അവളുടെ സന്തതികളെ നശിപ്പിക്കുവാനുള്ള സാധ്യതകൾ തേടി സ്വർഗത്തിൽ നിന്ന് നിഷ്കാസിതനായ സാത്താൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിൽക്കുമ്പോൾ ഇതാ 10 കൊമ്പും, കൊമ്പുകളിൽ 10 രാജമുടി അർത്ഥാൽ കിരീടങ്ങളും, 7 തലയും, തലകളിൽ ദൂഷണനാമങ്ങളുമുള്ള ഒരു മൃഗം, ദൈവത്തെ നിന്ദിക്കുന്ന നാമങ്ങളുള്ള ഒരു മൃഗം, ദശരാഷ്ട്ര സഖ്യത്തിൻ്റെ തലവനായിരിക്കുന്ന എതിർ ക്രിസ്തു രംഗപ്രവേശം ചെയ്യുകയാണ്. തുടർന്ന് അതുകൊണ്ട് തന്നെ എതിർ ക്രിസ്തു രംഗപ്രവേശം ചെയ്യുമ്പോൾ അടുത്ത വാക്യം 13:2, അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അപ്പോൾ സ്ത്രീയെ ഇസ്രായേലിനെ നശിപ്പിക്കുവാനുള്ള സാധ്യതകൾ തേടി നിൽക്കുന്ന സമയത്താണ് എതിർ ക്രിസ്തുവിൻ്റെ രംഗപ്രവേശം. ആ എതിർ ക്രിസ്തുവിന് തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുക്കുകയാണ്. 5-ാം വാക്യം വെളിപ്പാട് 13:5, വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിക്കുവാൻ അധികാരവും ലഭിച്ചു. അടുത്ത 3.5 വർഷം മഹാപീഠത്തിൻ്റെ മധ്യത്തിലാണ് പിശാച് സ്വർഗത്തിൽ നിഷ്കാസിതനാകുന്നത്. പിന്നീടുള്ള അടുത്ത 42 മാസം 3.5 വർഷം പ്രവർത്തിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഈ ജാതിയെ നശിപ്പിക്കുവാനായിട്ട് തൻ്റെ അധികാരവും ശക്തിയും എല്ലാം ഈ എതിർ ക്രിസ്തുവിന് പിശാച് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് തന്നെ മറ്റൊരു കാര്യം കൂടെ നടക്കുന്നു. വെളിപ്പാട് 13:11, മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. എതിർ ക്രിസ്തുവിനെ സഹായിക്കുവാനായിട്ട് കള്ളപ്രവാചകൻ രംഗപ്രവേശം ചെയ്യുകയാണ്. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. ഇതാ എതിർ ക്രിസ്തുവിനെ സഹായിക്കുവാനായിട്ട് കള്ളപ്രവാചകൻ രംഗപ്രവേശം ചെയ്യുകയാണ്. 3 കൂട്ടരും ഇപ്പോൾ ഒരുമിക്കുന്ന രംഗമാണ് നാം ഇവിടെ കാണുന്നത്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിന് 9-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത, സാത്താൻ്റെ വ്യാപാര ശക്തി, വ്യാജമായ അടയാളങ്ങൾ, ഇത് 3ഉം ഒന്നിക്കുന്ന രംഗത്തെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. വെളിപ്പാട് 13:13 നമ്മൾ വായിക്കുന്നു, അത് മനുഷ്യർ കാണെ, കള്ളപ്രവാചകനെ കുറിച്ച് പറയുകയാണ്, മനുഷ്യർ കാണെ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുന്നു. നോക്കണേ, വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ ആയിരിക്കും. അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അപ്പോൾ എതിർ ക്രിസ്തുവിന് ഈ സാത്താൻ, സ്വർഗത്തിൽ നിന്ന് നിഷ്കാസിതനായ സാത്താൻ ശക്തിയും അധികാരവും സിംഹാസനവും ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ എതിർ ക്രിസ്തുവിനെ സഹായിക്കുവാനായിട്ട് കള്ളപ്രവാചകൻ കയറി വരികയാണ്. ഈ കള്ളപ്രവാചകനാണ് മനുഷ്യർ കാണെ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാർ വലിയ അടയാളങ്ങൾ പ്രവർത്തിച്ചത്. ഈ ആകാശത്ത് നിന്ന് തീ ഇറക്കുന്ന ഈ അത്ഭുതം ഈ കള്ളപ്രവാചകൻ ചെയ്യുന്നതിനൊരു കാരണമുണ്ട്. കാരണം ഈ അത്ഭുത പ്രവൃത്തി ഏലിയാവ് ചെയ്തിട്ടുള്ള, പ്രവാചക ശ്രേഷ്ഠനായിരിക്കുന്ന ഏലിയാവ് ചെയ്ത ഒരു അത്ഭുതമാണ്. 1 രാജാക്കന്മാർ 18:38 കർമ്മേൽ പർവ്വതത്തിൽ വെച്ച് നാം വായിക്കുന്നുണ്ട്, ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ച് തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു.
അതുപോലെ തന്നെ 2 രാജാക്കന്മാർ 1:10-12 വാക്യങ്ങൾ വായിച്ചാൽ ഏലിയാവ് 50 പേർക്ക് അധിപതിയായവനോട്, ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്തു നിന്ന് തീയിറങ്ങി നിന്നെയും നിൻ്റെ 50 ആളുകളെയും ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ആകാശത്തു നിന്ന് തീയിറങ്ങി അവനെയും അവൻ്റെ 50 ആളെയും ദഹിപ്പിച്ചു കളഞ്ഞു. 2 പ്രാവശ്യം ആകാശത്തു നിന്ന് തീയിറക്കിയ വ്യക്തിയാണ് ഏലിയാവ്. ഇതുകൊണ്ട് ശിഷ്യന്മാർ, നമുക്കറിയാം, കർത്താവിനോട് ഒരിക്കൽ പറഞ്ഞു ലൂക്കോസ് 9:54, അത് അവൻ്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹനാനും കണ്ടിട്ട്, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തു നിന്ന് തീയിറങ്ങി അവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീയിറക്കുന്ന അത്ഭുതം പ്രവർത്തിച്ചത് ഏലിയാ പ്രവാചകനാണ്. അപ്പോൾ കള്ളപ്രവാചകൻ ഇവിടെ ഏലിയാവിനെ അനുകരിക്കുകയാണ്. എതിർ ക്രിസ്തു വ്യാജ മശിഹയായി വരുമ്പോൾ, ക്രിസ്തു എന്ന വ്യാജേന വരുമ്പോൾ ഏലിയാവ് എന്ന വ്യാജേന, കാരണം ക്രിസ്തു വരുന്നതിന് മുൻപ് ഏലിയാവ് വരുമെന്നുള്ളതാണ് യഹൂദൻ്റെ വിശ്വാസം. ക്രിസ്തു വരുന്നതിന് മുൻപ് ഏലിയാവ് വരും. ഏലിയാവിന് മാത്രം സാധിച്ചിട്ടുള്ളൊരു കാര്യമാണ് ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീയിറക്കുക. അപ്പോൾ കള്ളപ്രവാചകൻ ഇത് ചെയ്യുമ്പോൾ വ്യാജമായ സകല ശക്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും അനീതിയുടെ സകല വഞ്ചനകളും, എൻ്റെ പ്രിയപ്പെട്ടവരെ, തുടർന്ന് വളരെ രൂക്ഷമായ നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തുടർന്ന് സാത്താൻ, അധർമ്മമൂർത്തി, കള്ളപ്രവാചകൻ, ഇവരുടെ വായിൽ നിന്ന്, 3 കൂട്ടരും ഒരുമിച്ച് ഇവരുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന അശുദ്ധാത്മാക്കൾ സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ ഹർമഗദോനിലേക്ക് കൂട്ടി വരുത്തുകയാണ്. അവരുടെ വായിൽ നിന്ന്, ഇപ്പോൾ 3 കൂട്ടരും ഒരുമിച്ച് കൂടി അവരുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ, അശുദ്ധാത്മാക്കൾ സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ യുദ്ധത്തിനായിട്ട് കൂട്ടിവരുത്തുകയാണ്. വെളിപ്പാട് 16:13-14 വീണ്ടും ഞാൻ വായിക്കുന്നു. മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും, മൃഗത്തിൻ്റെ വായിൽ നിന്നും, കള്ളപ്രവാചകൻ്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർക്കുവാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. അപ്പോൾ ക്രിസ്തുവിൻ്റെ വാഴ്ച തടയപ്പെടണമെങ്കിൽ ലോകത്തുള്ള സകല സൈനിക ശക്തികളും യെരൂശലേമിൽ വരണം, ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യണം. ആയതിനാൽ അവരെ കൂട്ടിവരുത്തുക എന്ന സാത്താൻ്റെ തന്ത്രം ഇപ്പോൾ ഇവിടെ വിജയിക്കുകയാണ്. അവരെ കൂട്ടിവരുത്തുക എന്നുള്ളതായിരിക്കുന്ന സാത്താൻ്റെ തന്ത്രം ഇപ്പോൾ ഇവിടെ വിജയിക്കുകയാണ്. അപ്പോൾ ഈ ഹർമഗദോൻ യുദ്ധത്തിൻ്റെ ഉദ്ദേശം, മാനുഷികമായിരിക്കുന്ന ഉദ്ദേശമുണ്ട്. ഇസ്രായേൽ എന്ന ജാതിയെ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി നശിപ്പിക്കുക, എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുക. സാധാന്യമായിരിക്കുന്ന ഉദ്ദേശം യേശുക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ച തടയുക എന്നുള്ളതാണ്. മഹാപീഡനത്തിൻ്റെ മധ്യത്തിൽ സ്വർഗത്തിൽ നിന്നും എന്നേക്കുമായി നിഷ്കാസിതനാകുന്ന പിശാച് ഭൂമിയിൽ വന്ന് കടൽപ്പുറത്തെ മണലിന്മേൽ സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാനായിട്ട്, അവരെ നശിപ്പിക്കുവാനായിട്ട് നിൽക്കുന്ന സമയത്ത് വെളിപ്പാട് 13:1 ഇതാ എതിർ ക്രിസ്തു മറ്റൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുകയാണ്. ആ മൃഗത്തിന് ഈ സാത്താൻ തൻ്റെ അധികാരവും സിംഹാസനവും ശക്തിയും കൊടുക്കുകയാണ്. ആ മൃഗത്തെ സഹായിക്കുവാൻ വീണ്ടും അതേ അധ്യായത്തിൽ മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുകയാണ്. അത് ആകാശത്തു നിന്ന് തീയിറക്കി ഏലിയാവിനെ അനുകരിച്ചുകൊണ്ട് ഈ വന്നിരിക്കുന്നത് മശിഹയാണെന്ന് സ്ഥാപിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് ലോകത്തെ ഇസ്രായേൽ ജാതിയെ വീണ്ടും അന്ധതയിലേക്ക് ഇരുട്ടിലേക്ക് തള്ളിക്കളയുവാനായിട്ട്, ആ ജാതിയെ നിർമൂലമാക്കുവാനായിട്ട് ഇവർ 3 കൂട്ടരും കൂടെ ഒരുമിച്ച് ശ്രമിക്കുന്ന ഒരു വിഫലമായ ശ്രമത്തിൻ്റെ അനന്തരഫലങ്ങളാണ് പിന്നീട് നാം കാണുന്നത്. ഇനി ഈ യുദ്ധത്തിൻ്റെ പിറകിൽ ദൈവികമായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്, ദൈവികമായിരിക്കുന്നൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഈ യാഥാർത്ഥ്യങ്ങൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് വ്യക്തമാക്കി തരുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുമ്പോൾ മറ്റ് വിധത്തിലുള്ള ഉപദേശങ്ങളെ, വ്യത്യസ്തങ്ങളാകുന്ന വചനവിരുദ്ധമായിരിക്കുന്ന ഉപദേശങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങളോട് ചേർന്ന് നിൽക്കുവാനും ഇത് അംഗീകരിക്കുവാനും വിശ്വസിക്കുവാനും പഠിപ്പിക്കുവാനും നമുക്ക് ബാധ്യതയുണ്ട്. കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ, അവൻ്റെ വരവിനായി നമ്മെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്ന ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.
കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.